നമസ്കാരമുണ്ട്. ദിനദരികടവും ആരംഭിക്കുകയാണ്. 1800 ദിവസം ഭരിക്കേണ്ട ഒരു സർക്കാർ 100 ദിവസം പിന്നിട്ടപ്പോൾ കേരളത്തിൽ ആരെയൊക്കെ ശരിയാക്കിയെന്ന് എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. DGP സെൻകുമാർ, ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ടോമിൻ തച്ചങ്കരി, ഉപദേഷ്ടാവാകാൻ കോട്ടിട്ട ദാമോദരം വക്കീല്, ബാർക്കോഴയിൽ നിന്നും ഊരിപ്പോകാമെന്ന് പ്രതീക്ഷിച്ച മാണി സാർ തുടങ്ങി പലരും അവിടെ എവിടെയും ഇല്ലാത്ത അവസ്ഥയിലായി. പാഠപുസ്തക വിതരണവും KSRTCയിലെ പെൻഷനും എല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റേത് കാലത്തെ പോലെ തന്നെ അധോഗതിയിൽ തുടരുന്നു. എങ്കിലും മുഖ്യമന്ത്രിയായതോടെ പിണറായി സഖാവ് വല്ലപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചല്ലോ എന്ന് കരുതി ആശ്വസിക്കുന്ന എല്ലാവർക്കും നിലവിളക്കും പ്രാർത്ഥനാഗീതവുമില്ലാത്ത ഒരു നല്ല നമസ്കാരം അറിയിച്ച് ഇന്നത്തെ തരികിടകൾ തുടങ്ങുകയാണ്. എന്തായാലും പിണറായി സർക്കാർ 100 ദിവസം പിന്നിട്ടതിലുള്ള സന്തോഷം രേഖപ്പെടുത്തി ദിനദരികടവും തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർക്ക് ദിം പുരസ്കാരങ്ങൾ നൽകുകയാണ്. വരും ദിനങ്ങളിൽ തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ ഈ പുരസ്കാരം നിങ്ങളെ പ്രചോദിതരാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നൊരു കാര്യം, 100ാം ദിനത്തിൽ ദിം ഒരു പുരസ്കാരം തന്നാൽ അത് 100 തവണ തന്ന മാതിരി. അപ്പോൾ തുടങ്ങുകയാണ് ദിനദരികടവും 100ാം ദിന പുരസ്കാര സമർപ്പണം. എല്ലാവരും ഹിസ്റ്ററി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. എന്റെ ശിഷ്യന്മാർ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. റൺ ഫോർ റിയോ ഒളിമ്പിക്സ് 2016. എങ്ങുനിന്ന് വന്ന ദൈവദൂതൻ തലോടലാലെ നീതിലോളമാല കെട്ടും കാറ്റിനാൽ EP ജയരാജൻ അധികാരത്തിൽ വന്ന മന്ത്രിയായി 100 ദിവസം തികയ്ക്കും മുമ്പ് തന്നെ ലോകമെങ്ങും കേരളത്തിന്റെ കായിക പ്രസക്തി ഉയർത്തിക്കാട്ടുന്ന പ്രഖ്യാപനത്തിലൂടെ ശ്രദ്ധേയനായി. മുഹമ്മദ് അലിയെ കേരളീയനാക്കിയ ആദ്യത്തെ സ്പോർട്സ് മന്ത്രിക്ക് ദിനദരികടവും പ്രണാമം. നിങ്ങളുടെ യോഗയ്ക്ക് സമയമായിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈശ്വരവിശ്വാസം ഇല്ലാത്തവരും ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാൻ അവരുടേതായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ആദ്യമായി കുമാരി UDCയുടെ ഈശ്വര പ്രാർത്ഥന UDC ക്ഷണിച്ചു കൊടുക്കും. യോഗ ഒരു യോഗമാണെങ്കിൽ അധികം മസിൽ പിടിക്കരുതെന്ന് മലയാളിയെ പഠിപ്പിച്ച ടീച്ചർ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർക്ക് ദിനദരികടവും പുരസ്കാരം. എന്നെ ഇൻസൾട്ട് ചെയ്ത സംഭവം കോളനി കമ്മിറ്റിയിൽ ഞാൻ വെക്കാൻ പോവാ. കം ഓൺ ജിജി. ആവശ്യമില്ലാതെ എവിടെ മസിൽ പിടിച്ചാലും സംഗതി വിവാദമാകുമെന്ന മന്ത്രിസഭയെ അനുഭവത്തിലൂടെ പഠിപ്പിച്ചതും ടീച്ചറായി. മനുഷ്യരെക്കാൾ ഏറെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന വനമന്ത്രി K രാജുവിന്റെ കരുതലിനാണ് ഈ പുരസ്കാരം. ആനയ്ക്ക് പേരിട്ടും സിംഹത്തെ ശാസിച്ചും 100 ഭരണദിനങ്ങൾ പിന്നിട്ട മന്ത്രിക്കിരിക്കട്ടെ ആനയുടെ ചിഹ്നം വിളി പോലെ ഈ പുരസ്കാരം. എന്നോട് മന്ത്രിയാകാൻ പറഞ്ഞു, ഞാൻ മന്ത്രിയായി. സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആട്ടുംകാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? പിറന്നാൾ ആഘോഷിക്കുന്നതിന് എന്തെങ്കിലും നിയമവും. AK ശശീന്ദ്രൻ ഗതാഗത മന്ത്രിയുടെ സ്റ്റിയറിംഗ് കയ്യിൽ കിട്ടി 100 ദിവസം കൊണ്ട് സ്വന്തം വകുപ്പിലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ തെറിപ്പിക്കാൻ സാധിച്ച ഭരണ നൈപുണ്യത്തിന് ഈ പുരസ്കാരം സമർപ്പിക്കുന്നു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. മുതലാളി ഉലകിൽ മറ്റവൻ തൊഴിലാളി വിധിയെ നിனைப்பവൻ ഏമാടി அதை വെன்று മുടിപ്പവൻ അരിവാടി. ഞാൻ വിചാരിച്ചേക്കാൾ അപകടകരമായിട്ടുള്ള നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ്. അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇതേ സമ്മതിക്കില്ല. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ, അതാണ് കൃഷിമന്ത്രി VS സുനിൽകുമാർ. എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. എങ്കിലും പ്രതീക്ഷയോടെ ഭക്ഷ്യവകുപ്പിൽ ഇലയിട്ടിരിക്കുന്ന VS സുനിൽകുമാറിനും
ഇരിക്കട്ടെ ഈ പുരസ്കാരം. ഒരു വാട്ടി முடிவு பண்ணிட்டனா என் பேச்ச நானே கேட்க மாட்டேன். എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവും. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പാരകൾക്ക് വിധേയനായ തദ്ദേശ മന്ത്രി KT ജലീലിനും ദിം പുരസ്കാരം നൽകുന്നു. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലുണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്. സൗദിയിലേക്കുള്ള ഡിപ്ലോമാറ്റിക് വിസയിലും തെരുവ് നായയുടെ കാര്യത്തിലും കേന്ദ്രം നൽകിയ നിസ്സീമമായ പിന്തുണയാണ് ഈ പുരസ്കാരത്തിന് അദ്ദേഹത്തെ അർഹനാക്കിയത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. വിഴിഞ്ഞം പദ്ധതി പോലെയാണ് മലയാളിക്ക് ഈ മന്ത്രി. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ എവിടെ എന്ന് ചോദിച്ചാൽ പെട്ടുപോകും. തുറമുഖ വകുപ്പിൽ മന്ത്രിയായി ഉണ്ടെങ്കിലും എന്തായി എന്ന് ചോദിച്ചാൽ കൃതാവ് ഭക്ഷിക്കുന്ന ആ മുഖം ഒന്ന് ചിരിക്കും. ആ ചിരിക്കാണ് ഈ പുരസ്കാരം. എന്നെപ്പോലൊരു ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ ക്ഷേത്രം തൊഴിലാളികളും തൊഴിലാളികൾ പണിയെടുക്കുന്ന ഫാക്ടറികളുമാണ്. അധികം വാചകമടിയൊന്നുമില്ല, എങ്കിലും പറഞ്ഞ കാര്യം പാലിച്ച് കൊല്ലത്തെ കശുവണ്ടി ഫാക്ടറികൾ തുറന്ന മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും. ആ ഭാവുകങ്ങൾ അർപ്പിച്ച് ഈ പുരസ്കാരം സമർപ്പിക്കുന്നു. ഉലകാകെയൊരോട്ടം 100 ദിവസം കൊണ്ട് എല്ലാവരെയും ശരിയാക്കി മുന്നേറുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഇരിക്കട്ടെ ഒരു പുരസ്കാരം. എന്താ പ്രശ്നം എന്നുള്ളത് ആദ്യമൊക്കെ ചിരിച്ചെങ്കിലും പിന്നെ പതിവ് വില്ലൻ ചിരിയിൽ മാധ്യമപ്രവർത്തകരെ വരെ ശരിയാക്കുന്ന പിണറായി വിജയനും ദിം ഒരു പുരസ്കാരം നൽകുകയാണ്. ഒരു വഴിക്ക് പോകുമല്ലേ, ഇരിക്കട്ടെ. രാഷ്ട്രീയത്തില് കുറച്ച് പരുക്കനായിട്ട് പറയുന്ന രീതി ചിലർക്കുണ്ടാവും. ഞാനും അത്ര മോശക്കാരനല്ല ആ കാര്യത്തിൽ എന്നാണ് എന്നെ കുറിച്ച് ഇതേവരെയുള്ളൊരു ധാരണ. നിലവിളക്ക് കൊളുത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണ്. കാരണം ഒരു വിളക്കും കൊളുത്തേണ്ട കാര്യമില്ല ഗവൺമെന്റ് പരിപാടിയിൽ. VS സർക്കാരിന്റെ കാലം മുതൽക്കേ ഒരു പ്രതീക്ഷ നൽകുന്ന മന്ത്രിയായിരുന്നു മഹാകവി G. സുധാകരൻ. പൂച്ച എന്ന കവിതയിൽ തുടങ്ങി പെരിച്ചാഴിയിൽ അവസാനിക്കുന്ന അദ്ദേഹത്തിന്റെ ഉജ്ജ്വല പ്രസംഗങ്ങൾ എക്കാലവും മലയാളിയുടെ മനസ്സിലുണ്ട്. സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പഴയ ഏതെങ്കിലും ഒരു ദേവിയുടെ അംഗപ്രത്യേകമാണ്. അംഗമൊന്നും ഞാൻ പറയുന്നില്ല. ആര് പറഞ്ഞാലും ഏത് തമ്പുരാൻ കൽപ്പിച്ചാലും ഞാൻ നിലവിളക്ക് കൊളുത്തു ഇല്ല. ഭരണകൂടത്തൊന്നുമില്ല. അതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ വരെ കൊളുത്തത്തില്ലെന്നാണ്. അന്ന് ഞാൻ രണ്ടിടത്ത് കൊളുത്തിട്ടാണ് പ്രസംഗിച്ചു. 2 ചടങ്ങ് ഞാൻ കൊടുത്തിട്ടാണ് പ്രസംഗിച്ചു. കിട്ടിയ 100 ദിവസം കൊണ്ട് പിണറായി സർക്കാരിനെ നിലവിളക്ക് വിവാദത്തിൽ ഒരു വഴിക്കെത്തിച്ച മന്ത്രിക്ക് ദിം തരികിടതോമിന്റെ 100 ദിന പുരസ്കാരം വിവാദപൂർവം സമർപ്പിക്കുന്നു. പിന്നെ പുരസ്കാരം കിട്ടാത്ത മന്ത്രിമാരൊന്നും വിഷമിക്കണ്ട, ഇനിയും അവസരമുണ്ടല്ലോ എന്ന് കരുതി പ്രതിപക്ഷം ചിരിക്കണ്ട. ഒരവാർഡിന് പോലും പരിഗണിക്കാൻ കഴിയാത്തത്ര ലോക പരാജയമായിരുന്നു കഴിഞ്ഞ 100 ദിവസവും ഈ പ്രതിപക്ഷം. ഓണപ്പരീക്ഷയായിട്ടും പാഠപുസ്തകമായില്ല എന്നതാണ് വിദ്യാർത്ഥികളുടെ പരാതി. LDF ഭരിക്കുന്നതുകൊണ്ട് SFIക്ക് സമരമേ വേണ്ട. കുത്തിത്തിരിപ്പ് കാരണം KSU എന്നേ പിരിച്ചുവിട്ടു. MSF കോഴിക്കോട് ഒരു സമരം നടത്തിയിട്ട് നേതാവ് പോലീസിനെ കണ്ട് ഒരൊറ്റ ഓട്ടം ഓടിയതാണ്. ഇതുവരെ അവൻ്റെ പഞ്ചായത്തിൽ പോലും എത്തിയിട്ടില്ല. അതുകൊണ്ട് ABVP കോട്ടയത്ത് ഒരു സമരം നടത്തി. ആദ്യം പോലീസിനെ അവർ ഇക്കിളിയിട്ടു. പോലീസ് അടിച്ചില്ല. അതിൽ പ്രതിഷേധിച്ച് അവർ കബഡി കളിച്ചു. എന്താ ചെയ്യുക? എൻ്റെ ആർഷഭാരത സംസ്കാരമേ.
കാട്ടുകുരുങ്കിലേലെ താരി തബാരി ചോരി താരി ഇന്നാരീവ ചോരി ബാർ കണ്ണാമ്പത്തിയിലേലെ കാട്ടുകുരുങ്കിലേലെ അങ്ങനെ ആരെങ്കിലും പറയൂ